തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയതിൽ വൻ പ്രതിഷേധമായിരുന്നു ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധി ഒക്കെ പാർലമെന്റിന്റെ മുമ്പിൽ നടത്തിയത്. ഗാന്ധി എന്റെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമില്ല, പക്ഷെ അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പ്ലക്കാർഡൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രതിഷേധിച്ചത്. എനിക്ക് മനസ്സിലാവുന്നില്ല, കുടുംബത്തിലെ ആളല്ല, പിന്നെ എന്തിനാണ് പ്രിയങ്ക ഗാന്ധി താങ്കളുടെ മകന് വരെ സർനെയിമായിട്ട് ഗാന്ധി എന്ന് വെച്ചത്? ഗാന്ധിയായിട്ട് എന്തെങ്കിലും ബന്ധം, വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? ഇല്ലല്ലോ. ഈ കുറെ കാലം ഇപ്പൊ നമ്മൾ പോയിട്ട് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ പറയും മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനാണ് രാഹുൽ ഗാന്ധി എന്ന്. ഒരുപാട് പേർക്ക് അത് അറിയില്ലെന്നല്ല, അറിയിച്ചില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ച് പണ്ട് ഈ പറയുന്ന പോലെ വെള്ള തുണി ഉടുത്ത് വടിയും കുത്തി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിയുടെ ഒക്കെ മക്കളല്ലയോ എന്നും പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കൊണ്ടേ കുത്തി കൊടുക്കുമെന്ന് പ്രതീക്ഷ തന്നെയാണല്ലോ. അതിങ്ങനെ പല സ്ഥലത്തുനിന്ന് തൂക്കി എടുത്ത് കളയുമ്പോഴത്തേക്ക് സങ്കടം വരുന്നുണ്ടല്ലേ. പിന്നെ അവയർനെസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഗാന്ധിയുടെ ആരും അല്ലെന്നും ഗാന്ധിയുടെ പേര് നിങ്ങൾ കട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കുവാണെന്നും ഒക്കെ മറ്റുള്ളവർ പറയുമ്പോഴത്തേക്ക് അതും നിങ്ങളെ മോശമായിട്ട് ബാധിക്കും എന്ന പേടിയൊന്നും നിങ്ങൾക്കില്ലേ? എന്തായാലും ഇനി ഇങ്ങനെ കാര്യങ്ങൾ കൂടുതലായി ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. ആവശ്യമുള്ളിടത്ത് മതിയല്ലോ പേരുകൾ. എനിക്ക് മനസ്സിലാവുന്നില്ല, നെഹ്റുവിന്റെ പേര് എന്താണ് നിങ്ങൾ ഇടാത്തത്? ഈ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ എല്ലായിടം നോക്കിയാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു പാലം, അത് ഇത് മറ്റത് മറിച്ചത്. എന്താ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർക്ക് ആ സർനെയിം ഇടാത്തെ? അത്രയ്ക്ക് മോശമാണോ നെഹ്റുവിന്റെ സർനെയിം?